നമസ്കാരം. റിലീസ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ NTA നടപടി. 47 ജീവനക്കാരെ പിരിച്ചുവിട്ട് കേന്ദ്ര സർക്കാർ. ചില ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടിയെടുക്കും. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലെങ്കിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് CJP. കേന്ദ്രമന്ത്രിമാർ നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. നാളെയും ചർച്ച നടത്തും. ജന്തർ മന്ദറിൽ ഇന്റർനെറ്റ് നിയന്ത്രണം തുടരുന്നു. കേന്ദ്ര സർക്കാരിന് പിന്തുണയുമായി സംസ്ഥാനത്ത് BJPയുടെ ബഹുജന റാലി. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ശിക്ഷ കൂട്ടുവാനുള്ള ബില്ലിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 10 കോടി വരെ പിഴ ചുമത്താനും 10 വർഷം തടവിനും ബില്ലിൽ വ്യവസ്ഥ. തിങ്കളാഴ്ച ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കും. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും സ്തംഭിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ക്രിമിനലെന്നും വിദ്യാഭ്യാസ സമ്പ്രദായം തകർത്തെന്നും രാഹുൽ ഗാന്ധി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ സ്വീകരിച്ച നടപടികൾ എന്തെന്ന് കേന്ദ്രത്തോടും NTA സുപ്രീം കോടതി. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് കുവൈറ്റിൽ വിദേശ വിമാന കമ്പനികളുടെ പ്രവർത്തനം വീണ്ടും തടസ്സപ്പെടുന്നതായി പരാതി. കോഴിക്കോട്ടേക്കുള്ള ഏക വിമാന സർവീസായ എയർ ഇന്ത്യ എക്സ്പ്രസും ഇന്നത്തെ സർവീസ് റദ്ദാക്കി. തടസ്സപ്പെടാതെ സർവീസ് നടത്തുന്നത് കുവൈറ്റ് എയർവേസും ജസീറ എയർവേസും മാത്രം. അന്താരാഷ്ട്ര ടൂറിസം വരുമാനത്തിലെ വളർച്ചയിൽ സൗദിക്ക് ആഗോളതലത്തിൽ 1ാം സ്ഥാനം. പരാമർശം സൗദി ഭരണകൂടത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് പ്രോഗ്രാം 2025 വാർഷിക റിപ്പോർട്ടിൽ. അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ വരവിൽ 102% വളർച്ച കൈവരിച്ചതായും റിപ്പോർട്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വീണ്ടും തിരിച്ചടി. ജൂഡോ താരം തൂലിക മാന് നാഡാവിലക്ക്. ടീമിൽ നിന്നും തൂലികയെ പിൻവലിച്ചു. NDAയിൽ കടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ. 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. വീഴ്ച വരുത്തിയ ചില ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിയും ക്രിമിനൽ നടപടിയും സ്വീകരിക്കും. നീറ്റ് അടക്കമുള്ള ചോദ്യപേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലത്തിലാണ് നടപടി. അതേസമയം നിരോധനാജ്ഞ ഏർപ്പെടുത്തിയ മേഖലയിൽ നിയന്ത്രണം കടുപ്പിച്ച് ദില്ലി ട്രാഫിക് പോലീസ് രംഗത്തെത്തി. ഓൺലൈൻ ടാക്സി സർവീസുകൾക്കും ഫുഡ് ഡെലിവറി സർവീസുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. പൊതുജനങ്ങളോട് ഈ മേഖലയിൽ സന്ദർശിക്കുന്നത് ഒഴിവാക്കാനും നിർദ്ദേശം നൽകി. മേഖലയിലേക്കുള്ള സർവീസുകൾ ഒഴിവാക്കാൻ ആപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയിൽ മുന്നോട്ട് വെച്ച 4 ആവശ്യങ്ങളിൽ 2 അംഗീകരിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സംബന്ധിച്ച് സർക്കാർ നിലപാട് അറിയിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും CJP വ്യക്തമാക്കി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പിന്നോട്ടില്ല എന്നും സമരം തുടരുമെന്നും CJP പറയുന്നു. നാളെ കേന്ദ്ര സർക്കാരുമായി പാർട്ടികൾ വീണ്ടും ചർച്ച നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കുമ്പോഴും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടിയും പ്രതിപക്ഷവും പ്രക്ഷോഭം ശക്തമാക്കുകയാണ്. കോക്രോച്ച് പാർട്ടി വക്താക്കളുമായി കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും ഇന്ന് ചർച്ച നടത്തി. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിന് സമീപം VP ഹൗസിൽ നടന്ന ചർച്ചയിൽ മുൻപോട്ട് വെച്ച 3 ആവശ്യങ്ങളിൽ 2 സർക്കാർ അനുകൂല നിലപാടെടുത്തതായി CJP വക്താക്കൾ അറിയിച്ചു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സംബന്ധിച്ച നിലപാട് സർക്കാർ നാളെ അറിയിക്കുമെന്നും അതിനുശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും CJP വ്യക്തമാക്കി. धर्मेंद्र प्रधान का इस्तीफा या बर्खास्ती नहीं मिली तो ये प्रदर्शन और व्यापक होंगे और जल्द ही कॉकरोच जनता पार्टी को एक और नेशनल कॉल देना होगा. ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം, വിദ്യാർത്ഥികൾക്കെതിരായ FIRകളും നിയമ നടപടികളും പിൻവലിക്കുക എന്നീ 2 ആവശ്യങ്ങളാണ് സർക്കാർ അംഗീകരിച്ചത്. അതേസമയം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇന്നും പാർലമെന്റ് സ്തംഭിപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ച ചർച്ച ചെയ്യാമെന്ന് സ്പീക്കറും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും ആവർത്തിച്ചെങ്കിലും മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. जिस नीट की परीक्षा को लेकर चर्चा के लिए तैयार है तो आप उस चर्चा के लिए बिल्कुल सरकार की तरफ से अगर चर्चा की और सीट में आप अपनी सीट पे जाए, मैं राहुल जी को अलाउ करूंगा. പാർലമെന്റ് കവാടത്തിലും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധം നടത്തി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ പിന്നോട്ടില്ലെന്ന് പ്രതിപക്ഷം കടുംപിടുത്തം പിടിക്കുമ്പോൾ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ചുകൊണ്ട് കോക്രോച്ച് പാർട്ടിയുടെ സമരത്തെ അനുനയിപ്പിക്കാനാണ് സർക്കാർ ശ്രമം. ജന്തർ മന്ദിറിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക്
എതിരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പെലറ്റ് ഗൺ ഉപയോഗിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒരു ക്രിമിനലാണെന്നും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തകർന്നതിൻ്റെ പ്രതീകമായ അദ്ദേഹം ഉടൻ തന്നെ രാജിവെക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ബലപ്രയോഗമാണ് നടത്തിയതെന്നും ആയിരക്കണക്കിന് യുവാക്കൾ തെരുവിലിറങ്ങാൻ കാരണം മന്ത്രിയുടെ നിലപാടുകളാണെന്നും രാഹുൽ പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ഇനി കടുത്ത ശിക്ഷ. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനുള്ള ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ 10 കോടി വരെ പിഴ ചുമത്താനും 10 വർഷം വരെ തടവുമാണ് ബില്ല് വ്യവസ്ഥ ചെയ്യുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് വിഷയത്തിൽ ഗൗരവമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും പരീക്ഷാ ക്രമക്കേടുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിന് ബില്ല് കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. कैबिनेट के साथियों के सुझाव के बाद उसका अंतिम रूप दिया जाएगा और सोमवार से संसद का दूसरा सप्ताह शुरू हो रहा है. तब जल्द से जल्द उस बिल को सदन में पारित कराने का प्रयास किया जाएगा. തുടർന്ന് ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനും കുറ്റക്കാർക്കെതിരെ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള ബില്ലിന് അംഗീകാരം നൽകിയത്. പുതിയ ബിൽ പ്രകാരം ചോദ്യപേപ്പർ ചോർച്ചാ കേസുകളിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്ക് പരമാവധി 10 വർഷം വരെ തടവും 10 കോടി വരെ പിഴയും ശിക്ഷയായി ലഭിക്കും. തിങ്കളാഴ്ച തന്നെ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. जहां एक और जो लोग पेपर लीक में शामिल थे उनकी गिरफ्तारी करके उनको जेल में डाला गया. अब उनको कड़े से कड़ा दंड मिले, इसके लिए फास्ट ट्रैक कोर्ट्स का गठन हो. ഇത്തരം കേസുകളുടെ വിചാരണ അതിവേഗ കോടതികൾ വഴി 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ പ്രത്യേക വ്യവസ്ഥയും ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോടുമാണ് കോടതി നിർദ്ദേശം നൽകിയത്. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ രീതിയിലേക്ക് മാറുവാനുള്ള നിർദ്ദേശത്തെക്കുറിച്ചും അതിനായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും കോടതി ആരാഞ്ഞു. അതേസമയം CJP പാർലമെന്റ് മാർച്ചിലെ സംഘർഷം NIA അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി പരിഗണിക്കാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചു. സംഘർഷത്തിന്റെ വിവരം ബന്ധപ്പെട്ട അധികാരികൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും നിയമപ്രകാരം അവർ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന് ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കെന്ന് SIT. ഔദ്യോഗിക കൃത്യനിർവഹണം മറന്ന് ബോധപൂർവം വീഴ്ച വരുത്തിയെന്നും കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്നതിന് വ്യാജ കരാർ ഉണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. 2025 ദ്വാരപാലക ശില്പം കൊണ്ടുപോകുന്നതിൽ തീരുമാനമെടുത്തത് പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് യോഗമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. തിരുവാഭരണം കമ്മീഷണറുടെ എതിർപ്പ് മറികടന്നാണ് പ്രശാന്ത് തീരുമാനമെടുത്തതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. തന്റെ ഭരണസമിതിയുടെ കാലത്തല്ല ശബരിമലയിൽ നിന്നും ദ്വാരപാലക ശില്പം കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനമെടുത്തതെന്ന് കഴിഞ്ഞ ദിവസം PS പ്രശാന്ത് പറഞ്ഞിരുന്നു. എന്നാൽ പ്രശാന്ത് ഉന്നയിച്ച വാദങ്ങളെ തള്ളുന്നതാണ് റിപ്പോർട്ടിലുള്ളത്. ദേവസ്വം ബോർഡ് മുൻ അധികൃതരുൾപ്പെടെയുള്ളവർ ചട്ടങ്ങൾ ലംഘിച്ചും വ്യാജരേഖകൾ ചമച്ചും ഗൂഢാലോചന നടത്തിയും കൃത്രിമം കാട്ടിയെന്നും PS പ്രശാന്തും A അജികുമാറും ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കി സ്വർണം പൂശുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തിയതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2019 നടന്ന സ്വർണ്ണ കവർച്ച മറച്ചുവെക്കാനുള്ള വൻ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ നീക്കങ്ങൾ നടന്നതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലെ പ്രധാന ആരോപണം. യാതൊരുവിധ മുൻകൂട്ടിയുള്ള അനുമതികളോ രേഖകളോ ഇല്ലാതെയാണ് സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് മാറ്റിയത്. സംഭവത്തിൽ ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്കുൾപ്പെടെ കൂടുതൽ അന്വേഷണ വിധേയമാക്കണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തന്ത്രി കണ്ഠരര് രാജീവർക്ക് പകരം മകൻ കണ്ഠരര് ബ്രഹ്മദത്തൻ ശബരിമല തന്ത്രിയാകും. ബ്രഹ്മദത്തിന് തന്ത്രിയാകാൻ യോഗ്യതയുണ്ടെന്ന് വിദഗ്ധ സമിതി അറിയിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് സമിതി ഇക്കാര്യം അറിയിച്ചത്. അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട്, തറയിൽ കുഴിക്കാട്ട് അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരി, കടേക്കോൽ സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവർ ചേർന്ന സമിതിയുടേതാണ് തീരുമാനം. താന്ത്രിക വിദ്യയിൽ ബ്രഹ്മദത്തിന് പരിജ്ഞാനമുണ്ടെന്ന് സമിതി വിലയിരുത്തി. ദേവസ്വം ബോർഡ് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. ദേവസ്വം മാനുവലിൽ തന്ത്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ പ്രതിഷ്ഠിക്കുന്ന നിയമം അതാണല്ലോ. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കീഴ്പ്പതിവാണ് ഞങ്ങൾ അനുവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കീഴ്പ്പതിവിനും ശാസ്ത്രത്തിന് പോറലേക്കാതെ
അത് നന്നാകാൻ വേണ്ടിയുള്ള എല്ലാ ഉപദേശവും കൊടുത്തിട്ടുണ്ട്. തനിക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പകരം താന്ത്രിക സ്ഥാനം മകന് നൽകണമെന്നാവശ്യപ്പെട്ട് കണ്ഠരര് രാജീവര് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരുന്നു. ചിങ്ങം മുതൽ കർക്കിടക മാസം വരെ താഴമൺമഠത്തിലെ 2 കുടുംബങ്ങൾ ടേൺ അടിസ്ഥാനത്തിലാണ് ശബരിമലയിലെ താന്ത്രിക കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. മുതിർന്ന തന്ത്രി കണ്ഠരര് മോഹനരുടെ മകൻ കണ്ഠരര് മഹേഷ് മോഹനരാണ് ഇപ്പോൾ തന്ത്രി. അദ്ദേഹത്തിന്റെ കാലാവധി ഓഗസ്റ്റ് 2-ന് അവസാനിക്കും. ഹൈക്കോടതി അനുകൂല തീരുമാനമെടുത്താൽ ചിങ്ങമാസ പൂജകൾക്കായി നട തുറക്കുന്ന ഓഗസ്റ്റ് 16 മുതൽ കണ്ഠരര് ബ്രഹ്മദത്തനാകും തന്ത്രി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിവാദ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിയിൽ MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി. കേസ് അട്ടിമറിക്കുന്നതിൽ അജിത് കുമാറിന്റെ പങ്ക് വ്യക്തമാകുന്ന സസ്പെൻഷൻ ഉത്തരവ് കുറ്റപത്രത്തിന്റെ സ്വഭാവത്തിലുള്ളതാണ്. കുറ്റാരോപിതർക്ക് നിയമ നടപടിയിൽ നിന്ന് സംരക്ഷണമൊരുക്കാൻ അജിത് കുമാർ അവസരം ഒരുക്കിയെന്ന് ഉത്തരവിൽ പറയുന്നു. ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് സസ്പെൻഷൻ ഉത്തരവിലുള്ളത്. കേസ് അട്ടിമറിക്കാൻ അജിത് കുമാർ ഇടപെടൽ നടത്തി. അന്വേഷണ പുരോഗതിയിൽ നിരന്തരം അതൃപ്തി പ്രകടിപ്പിച്ചു. ഗൺമാന്മാർ കുറ്റക്കാരാണെന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിനെ ചോദ്യം ചെയ്തു. അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥരെ നിരന്തരം സമ്മർദ്ദത്തിലാക്കി. അന്വേഷണത്തിൽ കഴമ്പില്ലെന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്യാൻ ADGP MR അജിത് കുമാർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെന്നും ഉത്തരവിലുണ്ട്. കേസ് ആദ്യം അന്വേഷിച്ച 3 ഉദ്യോഗസ്ഥരാണ് MR അജിത് കുമാറിനെതിരെ മൊഴി നൽകിയത്. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷമാണ് സസ്പെൻഷൻ നടപടിക്ക് സർക്കാർ തീരുമാനിച്ചത്. ഇരകൾക്ക് നീതി നിഷേധിക്കുന്നതിനും പരാതിക്കാർക്ക് സംരക്ഷണം ഒരുക്കുന്നതിനും അജിത് കുമാർ ഇടപെട്ടെന്നും ആഭ്യന്തര വകുപ്പിന് വിലയിരുത്തലുണ്ട്. അജിത് കുമാർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്നും ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കുന്നു. അന്വേഷണ അട്ടിമറിയിൽ 3 DYSPമാർക്കെതിരെയും 2 ഗ്രേഡ് SIമാർക്കെതിരെയും വൈകാതെ നടപടിയുണ്ടാകും. സസ്പെൻഷൻ നടപടിക്കെതിരെ MR അജിത് കുമാർ അടുത്ത ദിവസം കേന്ദ്ര ട്രിബ്യൂണലെ സമീപിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. MR അജിത് കുമാറിന്റെ സസ്പെൻഷൻ ഉത്തരവ് ഇറങ്ങിയത് DGPയുടെ റിപ്പോർട്ട് പ്രകാരം വന്ന രമേശ് ചെന്നിത്തല. ഉത്തരവിൽ അസാധാരണമായ ഒന്നുമില്ല. തുടർ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. അധികാര ദുർവിനിയോഗം ആര് കാണിച്ചാലും അംഗീകരിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അധികാര ദുർവിനിയോഗവും അതോടൊപ്പം തന്നെ വെടിവിട്ടുള്ള പ്രവർത്തനവും ആര് ചെയ്താലും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ നൽകാൻ ഏത് ഗവൺമെൻറ്റിനും ബാധ്യതയുണ്ട്. അല്ലാണ്ട് ഇതിനകത്ത് വേറെ വ്യക്തികൾക്കെതിരായിട്ടുള്ളതല്ല. ആ വ്യക്തികൾ കുറ്റം ചെയ്താൽ ഗവൺമെൻറ് ശക്തമായ നടപടി ഉണ്ടാകും. അതാണ് UDF ഗവൺമെൻറ് നയം എന്ന് പറയുന്നത്. പാർട്ടിയെ അടിമുടി മാറ്റാൻ CPM വിപുലീകരണ സംസ്ഥാന സമിതി യോഗം സെപ്റ്റംബർ 13, 14, 15 തീയതികളിൽ കോഴിക്കോട് ചേരും. പാർട്ടിയുടെ സംഘടനാ ദൗർബല്യം പരിശോധിച്ച് താഴെത്തട്ട് മുതൽ നേതാക്കൾ വരെ എങ്ങനെയൊക്കെ മാറണമെന്നതിൽ വ്യക്തമായ കാഴ്ചപ്പാട് രൂപീകരിക്കും. പാർട്ടി സെക്രട്ടറിയെ മാറണമെന്നത് മാധ്യമങ്ങളുടെ ആഗ്രഹമാണെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. തെരഞ്ഞെടുപ്പിലേറ്റ ചരിത്രപരമായ തോൽവിയിൽ സംസ്ഥാന കേന്ദ്ര നേതൃത്വം നടത്തിയ വിശദമായ വിലയിരുത്തലുകൾക്കൊടുവിൽ CPM അടിമുടി മാറാൻ തീരുമാനിക്കുകയാണ്. പാർട്ടിയെ പുതുക്കിപ്പണിയുകയാണ് ലക്ഷ്യം. സംഘടനാപരമായ ദൗർബല്യം പരിശോധിച്ച് പ്രത്യയശാസ്ത്രപരമായ മാറ്റങ്ങൾ ചർച്ച ചെയ്യും. വിപുലീകരണ സംസ്ഥാന സമിതി സെപ്റ്റംബർ 13, 14, 15 തീയതികളിൽ കോഴിക്കോട് ചേരും. ഇനി അങ്ങോട്ട് പാർട്ടിയെ നയിക്കാൻ അടിമുടി മാറ്റം. അത് പുതിയ കാലത്തിനും അപ്പുറത്തേക്കുള്ള മാറ്റമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള പാർട്ടി ഇടപെടൽ ശക്തിപ്പെടുത്താനും വിപുലീകരിക്കാനും ഊർജ്ജസ്വലമായി മുന്നോട്ടേക്ക് നയിക്കാനും സാധിക്കുന്ന ഒരു പുതുക്കി പണിയുന്ന രീതി ഈ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലൂടെ പാർട്ടി ലക്ഷ്യമിടുകയാണ്. വ്യക്തികളോ പദവികളോ സ്ഥാനമാനങ്ങളോ മാറുന്നില്ല. എന്നാൽ താഴെത്തട്ട് മുതൽ നേതാക്കൾ വരെ എങ്ങനെയൊക്കെ മാറണമെന്നതിൽ പുതിയ കാഴ്ചപ്പാട് രൂപീകരിച്ച് കർമ്മപദ്ധതി തയ്യാറാക്കും. എന്നാൽ പാർട്ടി സെക്രട്ടറി മാറുമോ എന്ന ചോദ്യത്തിന് ഇതായിരുന്നു മറുപടി. അതിൽ നിങ്ങളൊരു സ്വപ്നമാണല്ലോ. അതിനുവേണ്ടിയാണല്ലോ കുറെ കാലമായിട്ട് നിങ്ങൾ ഭയങ്കരമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വ്യക്തികളുടെ പിശക് കാണേണ്ടതില്ല എന്നാണ് പാർട്ടി നിലപാടെന്ന് MV ഗോവിന്ദൻ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് ആവർത്തിച്ചു മറുപടി നൽകി. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കുണ്ടായ ദൗർബല്യം സംസ്ഥാന കമ്മിറ്റിക്ക് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് കേന്ദ്ര കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയതെന്നും MV ഗോവിന്ദൻ വിശദീകരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അപകീർത്തികരമായ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ മുൻ മന്ത്രി PK ശ്രീമതി നൽകിയ പരാതിയിൽ ഇടപെട്ട മുഖ്യമന്ത്രി. സൈബർ ഓപ്പറേഷൻസ് IG P പ്രകാശിന്റെ നേതൃത്വത്തിൽ അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടു. വ്യാജ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന് PK ശ്രീമതി ആവർത്തിച്ചു.
നേതാവുമായ PK ശ്രീമതിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വ്യാജവാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. MLA ഭർത്താവാണെന്ന് കാട്ടി പെൻഷൻ കൈപ്പറ്റിയെന്നായിരുന്നു വ്യാജ പ്രചാരണം. എന്നാൽ MLAയുടെ ഭാര്യയായി പെൻഷൻ കൈപ്പറ്റിയിരുന്ന PK ശ്രീമതി തൃശൂരിലെ റിട്ടയർഡ് അധ്യാപികയായിരുന്നു. അധ്യാപികയുടെ മകൻ രംഗത്ത് വന്നതോടെ വാർത്ത വ്യാജമെന്ന് തെളിഞ്ഞു. വാർത്ത നൽകിയവർക്കെതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന് ആവർത്തിക്കുകയാണ് PK ശ്രീമതി. അഭിമാനത്തിന് ഏറ്റവും വലിയ ക്ഷതം ഉണ്ടായിട്ടുള്ള ഒരു സംഭവം എന്നുള്ള നിലയിൽ ഇത് ഉയർത്തിയവർക്കെതിരെ, ഈ വാർത്ത പടച്ചുണ്ടാക്കിയവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കാനാണ്, മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിയമ നടപടി സ്വീകരിക്കാൻ CPM സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് MV ഗോവിന്ദൻ അറിയിച്ചു. PK ശ്രീമതി ടീച്ചറോട് നിയമപരമായ നിലപാടുകൾ സ്വീകരിക്കണം. ഒപ്പം മഹിളാ പ്രസ്ഥാനം അതിശക്തിയായിട്ട് ഇതിനെതിരായിട്ട് പ്രതികരിക്കുകയും വേണം എന്നിപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ ഓപ്പറേഷൻസ് IG P പ്രകാശിന് അന്വേഷണ ചുമതല നൽകി ഉത്തരവായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അന്താരാഷ്ട്ര ടൂറിസം വരുമാനത്തിലെ വളർച്ചയിൽ സൗദി അറേബ്യയ്ക്ക് ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനം. സൗദി ഭരണകൂടത്തിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് പ്രോഗ്രാം പുറത്തുവിട്ട 2025 വാർഷിക റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. രാജ്യത്തിന്റെ GDPയിലേക്ക് 78 ബില്യൺ സൗദി റിയാൽ സംഭാവന ചെയ്യാൻ ഈ പരിപാടിയിലൂടെ സാധിച്ചതായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. വിവിധ മേഖലകളിലായി 3,87,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ക്വാളിറ്റി ഓഫ് ലൈഫ് പ്രോഗ്രാമിന് കഴിഞ്ഞു. അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ വരവിൽ 102% വളർച്ചയാണ് സൗദി കൈവരിച്ചത്. വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഈ വൻ കുതിച്ചുചാട്ടത്തോടെ അന്താരാഷ്ട്ര സഞ്ചാരികളുടെ വരവിൽ ആഗോളതലത്തിൽ 3-ാം സ്ഥാനത്തും പ്രാദേശിക തലത്തിൽ 2-ാം സ്ഥാനത്തും എത്താൻ സൗദിക്ക് കഴിഞ്ഞു. ബ്രിക്സ് രാജ്യങ്ങളിലെ പബ്ലിക് പ്രോസിക്യൂഷൻ മേധാവികളുടെ 8ാമത് യോഗത്തിൽ UAE പബ്ലിക് പ്രോസിക്യൂഷൻ പങ്കെടുത്തു. ജൂലൈ 20-21 തീയതികളിൽ ഇന്ത്യ ആതിഥേയത്വം വഹിച്ച യോഗം വീഡിയോ കോൺഫറൻസിലൂടെയായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. ക്രിമിനൽ വിചാരണകളിൽ പ്രോസിക്യൂഷൻ സംവിധാനങ്ങളുടെ അനുഭവങ്ങളും മികച്ച പ്രവർത്തന രീതികളും പങ്കുവയ്ക്കൽ എന്ന വിഷയത്തിലായിരുന്നു ചർച്ച ഒരുക്കിയിരുന്നത്. കുറ്റകൃത്യങ്ങളെ ചെറുക്കൽ, പ്രതികളെ നിയമത്തിന് മുമ്പിൽ എത്തിക്കൽ, ഇരകളുടെയും സാക്ഷികളുടെയും സംരക്ഷണം എന്നിവയിൽ UAE സ്വീകരിച്ച നടപടികളും പ്രോസിക്യൂഷൻ സംവിധാനത്തിലെ നവീകരണങ്ങളും യോഗത്തിൽ UAE അവതരിപ്പിച്ചു. കുവൈറ്റിൽ വിദേശ വിമാന കമ്പനികളുടെ പ്രവർത്തനം വീണ്ടും തടസ്സപ്പെടുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ 2 ദിവസമായി നിരവധി വിദേശ വിമാന കമ്പനികളാണ് കുവൈറ്റിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ റദ്ദാക്കിയത്. കുവൈറ്റിൽ നിന്നും കോഴിക്കോടേക്കുള്ള ഏക വിമാന സർവീസായ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്നത്തെ സർവീസ് റദ്ദാക്കിയിരുന്നു. വിമാനത്താവളത്തിലെ നിയന്ത്രണത്തെ തുടർന്നായിരുന്നു നടപടിയെന്നാണ് ഇത് സംബന്ധിച്ച് എയർ ഇന്ത്യ യാത്രക്കാരെ അറിയിച്ചിരുന്നത്. സമാന രീതിയിൽ മറ്റു നിരവധി വിമാന കമ്പനികളും കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈറ്റിലേക്കുള്ള സർവീസ് റദ്ദാക്കുകയോ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്. നിലവിൽ കുവൈറ്റിൻ്റെ ദേശീയ വിമാന കമ്പനികളായ കുവൈറ്റ് എയർവേസും ജസീറ എയർവേസും മാത്രമാണ് നേരത്തെ ക്രമീകരിച്ച പ്രകാരം സർവീസുകൾ നടത്തുന്നത്. മേഖലയിൽ വീണ്ടും രൂക്ഷമായ യുദ്ധ സാഹചര്യത്തെ തുടർന്നാണ് വിദേശ വിമാന കമ്പനികൾ കുവൈറ്റിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കുന്നത് എന്നാണ് സൂചന. കുവൈറ്റിലെ ഇന്ത്യൻ പാസ്പോർട്ട് കോൺസുലർ സേവനദാതാക്കളായ DU ഡിജിറ്റൽ സേവന കേന്ദ്രങ്ങളുടെ താൽക്കാലിക പ്രവർത്തനം ഇന്നലെ മുതൽ ആരംഭിച്ചു. ഫഹാഹിൽ, ദജീജ്, കുവൈറ്റ് സിറ്റി എന്നീ 3 കേന്ദ്രങ്ങളിലായിട്ടാണ് നിലവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സേവന നിരക്ക് ഉയർത്തിയ പരാതി നിലക്കെ സ്ഥാപനത്തിൽ അറബിക് ടൈപ്പ് റൈറ്റിംഗ് സംവിധാനം ലഭ്യമല്ല എന്നതുൾപ്പെടെയുള്ള പുതിയ പരാതികളാണ് ആദ്യ ദിവസം തന്നെ ഉയർന്നിരിക്കുന്നത്. അജ്മാനിൽ പൊതുജനാരോഗ്യ സംരക്ഷണത്തിലും സാമൂഹിക സുരക്ഷയിലും നിർണായക പങ്ക് വഹിച്ച മുനിസിപ്പാലിറ്റി ആൻഡ് പ്ലാനിംഗ് വകുപ്പിൻ്റെ സെൻട്രൽ ലബോറട്ടറികൾ. അജ്മാൻ വിഷൻ 2030 ഇതിൻ്റെ ഭാഗമായി ലബോറട്ടറികളുടെ പരിശോധനാ സേവനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. പൊതുജനാരോഗ്യം, പരിസ്ഥിതി സംരക്ഷണം, സമൂഹ സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിൽ കൃത്യതയാർന്ന സേവനങ്ങളോടെ മുന്നേറുകയാണ് അജ്മാൻ സെൻട്രൽ ലബോറട്ടറികൾ. ഭക്ഷ്യവസ്തുക്കൾ, പരിസ്ഥിതി സാമ്പിളുകൾ, നിർമ്മാണ സാമഗ്രികൾ എന്നിവയുടെ പരിശോധനയും വിശകലനവും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിലും ഉൽപ്പന്നങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും സെൻട്രൽ ലബോറട്ടറി നിർണായക പങ്ക് വഹിക്കുന്നതായി അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിൽ കർശന ഗതാഗത പരിശോധന തുടരുന്നു. 2 ദിവസത്തിനുള്ളിൽ 3278 നിയമ ലംഘനങ്ങൾ രേഖപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. അതിവേഗത്തിലുള്ള ഡ്രൈവിംഗ്, വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ, അനുമതിയില്ലാതെ വാഹനം കെട്ടിവലിച്ചു കൊണ്ടുപോകൽ, റഡാർ ലംഘനങ്ങൾ, വാഹനങ്ങളുടെ ഗ്ലാസുകളിൽ നിയമവിരുദ്ധമായി കൂളിംഗ് ഫിലിം ഒട്ടിക്കൽ എന്നിവയാണ് പ്രധാനമായും കണ്ടെത്തിയത്. ഇതിനു പുറമെ വിവിധ കേസുകളിൽ അറസ്റ്റ് വാറണ്ടുള്ളവരും താമസരേഖയില്ലാത്തവരുമായ 17 പേരെ പരിശോധനാ സംഘം അറസ്റ്റ് ചെയ്തു. സൗദിയുടെ തലസ്ഥാന നഗരിയായ റിയാദ് നഗരത്തിലെ പൊതു പാർക്കിംഗ് സംവിധാനം കൂടുതൽ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഉലയ്യ വാണിജ്യ മേഖലയിൽ 3600-ലധികം പണം അടച്ചുള്ള പാർക്കിംഗ് സ്പോട്ടുകൾ കൂടി പ്രവർത്തനം ആരംഭിക്കുന്നു. ശനിയാഴ്ച മുതൽ ഇവ പ്രവർത്തന സജ്ജമാകുമെന്ന് റിയാദ് പാർക്കിംഗ് അധികൃതർ അറിയിച്ചു.
വയനാട് പ്രളയബാധിത മേഖലയിലെ നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി ജിദ്ദയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ച് വഴി സമാഹരിച്ച 8,40,000 രൂപ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ കൈമാറി. KPCC വർക്കിംഗ് പ്രസിഡന്റും റവന്യൂ വകുപ്പ് മന്ത്രിയുമായ AP അനിൽകുമാർ, മാത്യു കുഴൽനാടൻ MLA എന്നിവർ KPCC നേതാക്കളുടെ സാന്നിധ്യത്തിൽ തുക ഏറ്റുവാങ്ങി. OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഹുസൈൻ ചുള്ളിയോട്, മറ്റു നേതാക്കളായ അസീസ് ലാക്കൽ, മുജീബ് പാക്കട, ഹംസ ലാക്കൽ, ഷംസുദ്ദീൻ മേലാറ്റൂർ, DCC സെക്രട്ടറി നാസർ തെന്നല എന്നിവർ പങ്കെടുത്തു. തുടർന്ന് മുഖ്യമന്ത്രി VD സതീശൻ, നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്ത് എന്നിവരുമായി ജില്ലാ കമ്മിറ്റി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ നോർക്ക ക്ഷേമനിധിയിൽ നിന്നുള്ള പ്രവാസി പെൻഷൻ വിതരണം വൈകുന്നത്, നോർക്ക കെയർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നീ വിഷയങ്ങളും നേതാക്കൾ ഉന്നയിച്ചു. വിഷയങ്ങൾ ഗൗരവമായി പരിഗണിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഉറപ്പു നൽകിയതായി OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. മലബാർ മേഖലയിലെ മിനറലുകളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച ഹൈക്കോടതി വിധി സർക്കാർ അടിയന്തരമായി നടപ്പാക്കണമെന്ന് കേരള മൈനിങ് ആൻഡ് ക്രഷിംഗ് ഓണേഴ്സ് അസോസിയേഷൻ. വിധിയുടെ അടിസ്ഥാനത്തിൽ മുൻകാലങ്ങളിൽ ഭൂവുടമകളിൽ നിന്നും ഈടാക്കിയ തുക തിരികെ നൽകണമെന്ന് പ്രസിഡന്റ് MK ബാബു ഉൾപ്പെടെയുള്ളവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മുൻ സർക്കാരിൻ്റെ കാലത്ത് വ്യവസായ റവന്യൂ വകുപ്പുകൾ സ്വീകരിച്ച നിലപാടുകൾ നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കിയെന്നും അഴിമതിയെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനും അമ്മയുടെ പ്രഥമ ശിഷ്യനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിക്ക് ഭക്തി നിർഭരമായ സ്വീകരണം നൽകി ലോസ് ആഞ്ചലസ് നഗരവാസികൾ. അമേരിക്കൻ സന്ദർശനത്തിൻ്റെ തുടർച്ചയായാണ് സ്വാമിജി ലോസ് ആഞ്ചലസിലെത്തിയത്. ഭക്തിനിർഭരവും സ്നേഹപൂർവവുമായ സ്വീകരണമായിരുന്നു സ്വാമി അമൃത സ്വരൂപാനന്ദപുരിക്ക് ലോസ് ഏഞ്ചൽസ് നഗരം നൽകിയത്. റോസാപ്പൂക്കൾ നൽകി അമേരിക്കയിലെ അമ്മയുടെ മക്കൾ സ്വാമിജിയെ വരവേറ്റു. എല്ലാവരിലും ആധ്യാത്മിക ഉണർവേകി സ്വാമിജിയും. If you fail, never give up, because fail means first attempt in learning. തുടർന്ന് നടന്ന ഭജനയിൽ സ്വാമിജിക്കൊപ്പം എല്ലാം മറന്ന് ഏറ്റുപാടിയവർ ആനന്ദ നൃത്തം ചെയ്തു. രണ്ടു ദിവസത്തെ പരിപാടികൾക്കൊടുവിൽ ആരതിക്കു ശേഷം പ്രസാദവും വാങ്ങിയാണ് ഭക്തർ മടങ്ങിയത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അമൃത വിശ്വവിദ്യാപീഠം നാഗർകോവിൽ ക്യാമ്പസിൽ പുതിയ ബാച്ചിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാം സമാപിച്ചു. സ്വാഗതം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി വീഡിയോ സന്ദേശത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു. കുട്ടികൾ പൂമ്പാറ്റയെ പോലെ ചിറകടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും എന്നാൽ മാത്രമേ വിജയത്തിൻ്റെ മധുരം നുകരാൻ സാധിക്കൂ എന്നും അമ്മ സന്ദേശത്തിൽ പറഞ്ഞു. നാഗർകോവിൽ അമൃത സ്കൂൾ ഓഫ് കമ്പ്യൂട്ടിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ S ഭഗവതി പെരുമാൾ സ്വാഗതം പറഞ്ഞു. അമൃത വിശ്വവിദ്യാപീഠം ട്രസ്റ്റി സ്വാമി രാമകൃഷ്ണാനന്ദപുരി, X20 ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറും ഫൗണ്ടറുമായ MB അരവിന്ദ് എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അമൃത വിശ്വവിദ്യാപീഠം സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് വിഭാഗം ഡീൻ ഡോക്ടർ ബാലകൃഷ്ണൻ ശങ്കർ, ക്യാമ്പസ് ഡയറക്ടർ ബ്രഹ്മചാരി ചിദാനന്ദ അമൃത ചൈതന്യ എന്നിവർ ആശംസ അറിയിച്ചു. അമൃത കോർപ്പറേറ്റീവ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് വകുപ്പ് മേധാവി ബ്രഹ്മചാരി വിശ്വനാഥ അമൃത ചൈതന്യ അമൃതയിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാൻ പോകുന്ന ജോലി സാധ്യതകളെക്കുറിച്ചും മെച്ചപ്പെട്ട രീതിയിൽ അവ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിനെക്കുറിച്ചും വിശദീകരിച്ചു. മുൻ വർഷങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. അമൃത സെൻറ്റർ ഫോർ ഇൻ്റർനാഷണൽ പ്രോഗ്രാംസ്, അമൃത ലിവിൻ ലാബ്സ് എന്നിവയെക്കുറിച്ചുള്ള വിശദീകരണവും ചടങ്ങിൽ നടന്നു. ഡോക്ടർ V തനമ്മാൾ ഇന്ദു ചടങ്ങിൽ നന്ദി പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായ ഒരു ജൂഡോ താരത്തിന് കൂടി വിലക്ക്. ബർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസ് വെള്ളി മെഡൽ ജേതാവായ ജൂഡോ താരം തൂലിക മാനെയാണ് ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ നിന്നും പിൻവലിച്ചത്. ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയായ നാഡ താരത്തിന് നൽകിയ താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് നടപടി. കഴിഞ്ഞ 12 മാസത്തിനിടയിൽ 3 തവണ വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് നാഡയുടെ മറുപടി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.